സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുകയാണ്, ഐ ആം നോട്ട് അഷൈംഡ് ഓഫ് ദ ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ലജ്ജിപ്പാൻ സംഗതിയില്ല. എന്തുകൊണ്ടാണ് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ലാത്തത്? കാരണം അത് ദൈവശക്തിയാണ്. ഇറ്റ്സ് എ പവർ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ശക്തിയാണ് സുവിശേഷം. ധാരാളം ആളുകളോട് ഞാൻ ചോദിക്കാറുണ്ട്, ഒരു ദിവസവും കുറഞ്ഞത് ഒരു 10 പേരോടെങ്കിലും ചോദിക്കും, വാട്ട് ഈസ് ഗോസ്പൽ? ആരും കൃത്യമായ ഉത്തരം പറയാറില്ല. സുവിശേഷകരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. ചിലര് ഒരു വാക്യം പറയും. തിമോത്തിയോസിന്റെ ലേഖനത്തിലുണ്ട്, ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചു ഉയർത്ത യേശുവിനെ ഓർക്കുക എന്നുള്ളതാണ് സുവിശേഷം. അതൊരു നിർവചനമാണ്. വാസ്തവത്തിൽ സുവിശേഷം, ഗോസ്പൽ, ഇറ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ശക്തിയാണ്. സുവിശേഷം ദൈവശക്തിയാണ്. ആ ദൈവശക്തി ആയ സുവിശേഷം എന്താണ് ചെയ്യുന്നത്? ദൈവശക്തിയായ സുവിശേഷം എന്താണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്? സുവിശേഷം, ഗോസ്പൽ, മനുഷ്യർക്ക് ലഭിച്ചിരിക്കുന്ന വാക്കുകളിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാക്യമാണ് സുവിശേഷം എന്നുള്ളത്. ആ സുവിശേഷം ദൈവത്തിന്റെ ശക്തിയാണ്. അതാണ് നമ്മൾ ഈ പ്രഭാതത്തിൽ മനസ്സിലാക്കുന്നത്. അപ്പൊ ദൈവശക്തിയാൽ നമുക്ക് വേണ്ടി കാക്കപ്പെടുന്ന പലതുമുണ്ട്. ദൈവശക്തിയാൽ നാമും കാക്കപ്പെടുകയാണ്. ഇതാണ് നമ്മൾ പുതിയ നിയമത്തിന്റെ താളുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. ദൈവശക്തിയാൽ നമ്മൾ കാക്കപ്പെടുന്നു, നമ്മൾ സൂക്ഷിക്കപ്പെടുന്നു. യൂദാ സ്ലീഹയാണ് അത് എഴുതിയിരിക്കുന്നത്. അവസാനത്തെ വാക്യം നിങ്ങൾ നോക്കും പറയാം, നമ്മൾ കാക്കപ്പെടുകയാണ്. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത ഒരവകാശത്തിന് വേണ്ടി നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാണ്. ഇറ്റ്സ് എ പവർ ഓഫ് ഗോഡ്, ദാറ്റ് ഈസ് ഗോസ്പൽ. പത്രോസ്ലീഹയാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ ഓരോരുത്തരുടെയും ഓരോ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ നോക്കുക. അപ്പൊ വലിയ ആ ശക്തിയാൽ നാം സൂക്ഷിക്കപ്പെടുന്നു. അപ്പൊ ഗോസ്പൽ, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഇപ്പം ഞാനൊരിക്കലും ഒരു സാധനം വാങ്ങിക്കാൻ ഒരു കടയിൽ പോയി. എനിക്ക് പരിചയമുള്ള ആളാണ് കടക്കാരൻ. ഞാനൊരു സാധനം കണ്ട് ഇഷ്ടപ്പെട്ടു, എടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ മറ്റു പലരും ഉണ്ട്. എന്നോട് അദ്ദേഹം പറഞ്ഞു, അത് എടുക്കണ്ട, വേറെ ഒന്നും എടുക്കാൻ പറഞ്ഞു. അപ്പം കടയിൽ മറ്റു പലരും ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിനത് പറയാനും പറ്റുന്നില്ല. സത്യത്തിൽ ആ സാധനം അത്ര ക്വാളിറ്റി ഇല്ലാത്തതാണ്. പകരം വേറൊന്നും അദ്ദേഹം എന്നെ ഏൽപ്പിച്ചു. പിന്നീട് എന്നോട് പറഞ്ഞു, അത് അത്ര പോരാ, കാരണം ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റുന്നില്ല. അപ്പൊ അദ്ദേഹം തൻ്റെ കടയിൽ വിൽക്കുന്ന സാധനമാണെങ്കിലും അതേക്കുറിച്ച് തനിക്ക് ലജ്ജയുണ്ട്. അത് എനിക്ക് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മുഖത്ത് നോക്കേണ്ടതാണ്. അപ്പം ഒരു ലജ്ജയുണ്ട്. അപ്പൊ പൗലോസ്ലീഹായെ സംബന്ധിച്ച് അദ്ദേഹം പ്രസംഗിക്കുന്ന ആ സുവിശേഷത്തെക്കുറിച്ച് അദ്ദേഹത്തിന് തരിമ്പും ലജ്ജയില്ല. 2-3 കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, താൻ പ്രസംഗിക്കുന്നത് എന്ത് സുവിശേഷമാണ് എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണയും ബോധ്യവും അദ്ദേഹത്തിനുണ്ട്. ഇന്ന് സുവിശേഷകന്മാരോട് ചോദിച്ചാൽ ഉത്തരവില്ല. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്ന പലരെയും കാണാറുണ്ട്. ഞാൻ അവരോടൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ സുവിശേഷം എന്താണ്, നിങ്ങൾക്കറിയാമോ? അവരെല്ലാവരും ഇല്ല എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഗോസ്പൽ എന്താണ്? ഉത്തരം പറയാൻ പലർക്കും പറ്റുന്നില്ല. പൗലോസ്ലീഹായ്ക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു താൻ പറയുന്ന സുവിശേഷം എന്താണെന്ന്. ഒരു കാരണവശാലും പരാജയപ്പെടുകയില്ലാത്ത
ഒരു കാരണവശാലും ഫെയിലാകാത്ത ഒരു സുവിശേഷം, ഒരു കാരണവശാലും പരാജയപ്പെടാത്ത ഒരു സുവിശേഷം. അപ്പോൾ ഒരു സ്പെയർ പാർട്സ് വിൽക്കുന്ന കടയിൽ നമ്മൾ ഇന്ന് കഴിയുമ്പം അതിൻ്റെ ജെന്യുവിൻ പാർട്സ് ആണെങ്കിൽ ആ കടക്കാരൻ അഭിമാനത്തോടെ, സന്തോഷത്തോടെ, ധൈര്യത്തോടെ, ഉത്സാഹത്തോടെ നമ്മളെ അത് ഏൽപ്പിക്കും. കാരണം അദ്ദേഹത്തിന് ബോധ്യമുണ്ട് ജെന്യുവിൻ പാർട്സ് ആണ്. അതേസമയം തായ്ലൻഡിലൊക്കെ നിർമ്മിക്കുന്ന ആഫ്റ്റർ മാർക്കറ്റ് പ്രോഡക്റ്റ് ആണെങ്കിൽ പരിചയമുള്ളവർക്ക് അത് ഏൽപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ട് വരും. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. പൗലോസ്ലിയെ സംബന്ധിച്ച് ആ സുവിശേഷം ഏൽപ്പിക്കാൻ അദ്ദേഹത്തിന് ഒരു പ്രയാസവും ഉണ്ടായില്ല, ഒരു പ്രയാസവും. കാരണം അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുണ്ട്, ഈ ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം എന്താണ്? ദൈവശക്തിയാണ്, പവർ ഓഫ് ഗോഡ്. അപ്പൊ ഒരിക്കലും ലജ്ജിക്കേണ്ട ആവശ്യമില്ല. കാരണം കൃത്യമായ സുവിശേഷമാണ് അദ്ദേഹം പറഞ്ഞത്. ഈ നാളുകളിൽ സുവിശേഷം എന്ന പേരിൽ ഓരോന്ന് പറയുന്ന ആളുകൾ ലജ്ജിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് ഇന്നിപ്പോ ഒക്ടോബർ മാസം 13, ഒരു വർഷത്തിന്റെ 10ാമത്തെ മാസത്തിലേക്ക് നമ്മൾ കടന്നു. കൃത്യമായി പറഞ്ഞാൽ 9.5 മാസം പിന്നിട്ടു. ഈ വർഷം ആരംഭിക്കുമ്പോൾ എന്താണ് നമ്മൾ കേട്ടത്? കഴിഞ്ഞ ഡിസംബർ 31 10,000-കണക്കിന് അനുയായികളുള്ള വിശുദ്ധന്മാരായ ആളുകൾ അവർ അവകാശപ്പെട്ടത് എന്താണ്? 2020 അനുഗ്രഹത്തിന്റെ വർഷമാണ്. കോട്ടയത്ത് സ്വർഗീയ വിരുന്ന് എന്ന സ്ഥാപനം നടത്തുന്ന തങ്കു എന്നറിയപ്പെടുന്ന മാത്യു കുരുവിള, അദ്ദേഹത്തിന്റെ പുതിയ വർഷത്തിലേക്കുള്ള പ്രോമിസ്, അത് കേവലം ഒരു എന്താണ്, ഫ്യൂ വേർഡ്സ് ഓഫ് എൻകറേജ്മെന്റ് എന്ന നിലയ്ക്ക് അല്ല അദ്ദേഹം അവതരിപ്പിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് പറഞ്ഞത് ഒരു സുഭാഷിതം അല്ലെങ്കിൽ സൂത്ത്സേയേഴ്സ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് സന്തോഷം വരാൻ എന്തെങ്കിലും പറയുക. ഒരു സൂത്ത്സേയിങ് ഒന്നുമല്ല. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇന്ന് ഈ ദൂത് പറയാൻ വേണ്ടി ആഴ്ചകളോളം അന്യഭാഷ പറഞ്ഞു പ്രാർത്ഥിക്കുകയും ഉറക്കത്തിൽ പോലും ദൈവത്തോട് സംസാരിക്കുകയും ചെയ്തു. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന സ്വർഗീയ വിരുന്നിന്റെ അധ്യക്ഷനാണ്. ഇത്തരത്തിലുള്ള അവകാശവാദങ്ങളെല്ലാം എടുത്തിട്ട് പറയുകയാണ് 2020 വലിയ അനുഗ്രഹത്തിന്റെ വർഷമാണ്. കോട്ടയത്തിന് മാത്രമാണോ? കേരളത്തിന് മാത്രമാണോ? ഇന്ത്യക്ക് മാത്രമാണോ? ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ കരിനിഴൽ വീഴ്ത്തിയൊരു വർഷം. നിങ്ങൾ നോക്കുക, എത്ര ലക്ഷം ആളുകളാണ് മരിച്ചു വീണത്. ഇതുപോലൊരു വർഷം മനുഷ്യ ചരിത്രത്തിൽ അധികം ഉണ്ടായിട്ടില്ല. മനുഷ്യ ചരിത്രത്തിൽ കറുത്ത മഷിക്ക് രേഖപ്പെടുത്തുന്ന ഒരു വർഷമാണ്. ഈ വർഷത്തെക്കുറിച്ചാണ് പ്രവചിച്ചത്. കൊട്ടാരക്കരയുള്ള ടിനു ജോർജ് എന്ന് പറഞ്ഞ ഒരു ചങ്ങാതി, അദ്ദേഹം പ്രവചിച്ചു, നിങ്ങൾ കേട്ടു, ഈ വർഷത്തിൽ അനുഗ്രഹമാണെന്ന് ജനറൽ മീറ്റിംഗിൽ പറഞ്ഞിട്ട് പിന്നീട് ലൈവിൽ വന്ന് പറയുകയാണ്, ഈ വർഷത്തിന്റെ ഓരോ ദിവസവും അനുഗ്രഹമായിരിക്കും, കൊട്ടപ്പടി അനുഗ്രഹമായി. പോൾ ദിനകരൻ എന്ന് പറഞ്ഞ് ഒരാളെ നമ്മൾ കണ്ടു. അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ ഇലക്ഷനിൽ പറഞ്ഞു, ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ, ഇന്ത്യ മുഴുവൻ ഓടി നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആവുന്നു. രാഹുൽ ഗാന്ധിക്ക് 40 സീറ്റ് തികച്ചു കിട്ടിയില്ല. അപ്പൊ അവരെല്ലാം ലജ്ജിച്ചുപോയി എന്നുള്ളതാണ്. ലജ്ജിച്ചുപോയി. ലജ്ജയുള്ളവര്, ലജ്ജയില്ലാത്തവർ ലജ്ജിക്കത്തില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, പൗലോസ്ലിയ പറയാണ്, എൻ്റെ കയ്യിൽ ഒരു ഗോസ്പൽ ഉണ്ട്, ഒരിക്കലും ലജ്ജിക്കണ്ട. ഞാൻ ലജ്ജിക്കുന്നില്ല. ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ. നഗ്നനാണ്. ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ എന്ന് പറയുമ്പോൾ താൻ നഗ്നനാണ്. കാരണം തനിക്ക് മാറി കൊടുക്കാൻ ഒരു ജോഡി വസ്ത്രമില്ല, പുതയ്ക്കാൻ പുതപ്പില്ല, തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. അണലി കടിച്ച ഭാഗത്ത് ഇപ്പോഴും തിണർപ്പും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. കലശലായ ശാരീരിക വേദനയുണ്ട്. കാരണം
1 കുറയ 40 അടി 3 പ്രാവശ്യം കൊണ്ടതാണ്. 3 വട്ടം കോലിനാൽ അടി കൊണ്ടതാണ്. കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടതാണ്. ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു കൂട്ടേണ്ടി വന്നിട്ടുണ്ട്. പലവട്ടം പൈതാഹം, പട്ടിണി, ശീതം എന്നീ അസാധാരണ സംഗതികളെല്ലാം ഭവിച്ചിട്ടുണ്ട്. കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, ഇതെല്ലാം അനുഭവിച്ചു, എല്ലാം സഹിച്ചു. ബാങ്ക് നിക്ഷേപമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, കയ്യിലിരിക്കുന്ന സുവിശേഷം തന്നെ ലജ്ജിപ്പിക്കത്തില്ല. ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ. നിങ്ങൾ ഒന്ന് വെച്ചാൽ നിങ്ങൾക്ക് 10 കിട്ടും എന്ന് പറഞ്ഞ് പ്രോസ്പെരിറ്റി ആയിട്ട് വെയ് രാജാ വെയ് എന്ന് പറയുന്ന ആനമയിൽ ഒട്ടകം കളിക്കുന്ന സുവിശേഷമല്ല. സത്യ സുവിശേഷം, തേജസ്സിന്റെ സുവിശേഷം, ഗ്ലോറിയസ് ഗോസ്പൽ. അതാണ് പൗലോസ് ശ്ലീഹ പ്രസംഗിച്ചത്. അദ്ദേഹം പറയുകയാണ്, ഈ ലോകത്തിന്റെ പ്രഭു ആ ഗ്ലോറിയസ് ഗോസ്പലിനെ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഫോർ ഗോഡ് ഓഫ് ദിസ് വേൾഡ് ഹാസ് ബ്ലൈൻഡഡ് ദ മൈൻഡ്സ് ഓഫ് അൺബിലീവേഴ്സ് സോ ദാറ്റ് ദ റേഡിയൻസ് ഓഫ് ദ ഗ്ലോറിയസ് ഗോസ്പൽ മൈറ്റ് നോട്ട് ഷൈൻ അപ്പോൺ ദെയർ ഹാർട്ട്സ്. ഈ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം അവരുടെ ഹൃദയങ്ങളിൽ ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിന്റെ പ്രഭു അവരുടെ ഹൃദയങ്ങളെ അന്ധമാക്കുകയാണ്. പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ താൻ എഴുതിയ 1-ാമത്തെ ലേഖനം, അതിന്റെ 1-ാമത്തെ അധ്യായം, അതിന്റെ 5-ാമത്തെ അധ്യായം, അവിടെ നമ്മൾ പറയുകയാണ്, അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും. അപ്പൊ നമ്മൾ കാക്കപ്പെടുന്നത് എങ്ങനെയാണ്? നമ്മൾ സൂക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ബൈ ദ പവർ ഓഫ് ഗോഡ്. നാം ദൈവശക്തിയാൽ സൂക്ഷിക്കപ്പെടുകയാണ്. ഇന്നലെ ഒരാൾ പറയുന്നത് കേട്ടു, തിരുവനന്തപുരം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ വലിയ നിധിയുണ്ട്, അത് സൂക്ഷിക്കാൻ ഉള്ള ഒരു വർഷം 60 കോടി രൂപ സർക്കാർ ചെലവഴിക്കുന്നു എന്ന്. നമ്മെ സൂക്ഷിക്കുന്നത് ദൈവശക്തിയാണ്. അപ്പൊ ദൈവശക്തിയാൽ സൂക്ഷിക്കപ്പെടുന്ന നമുക്ക് വെച്ചിരിക്കുന്ന അവകാശം നോക്ക്. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത അവകാശം. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്ത അവകാശത്തിനായി വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഇതാണ് ഗോസ്പൽ, തേജസ്സേറിയ സുവിശേഷം, ദ ഗ്ലോറിയസ് ഗോസ്പൽ. ഇപ്പൊ സുവിശേഷത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സാധാരണ കൺവെൻഷണൽ പ്രസംഗകർ അല്ലെങ്കിൽ നമ്മുടെ പരമ്പരാഗത ഇവാഞ്ചലിക്കൽ തൊഴിലാളികൾ അവതരിപ്പിക്കുന്ന ഒരു സുവിശേഷമുണ്ട്. നമ്മളാളുകളെല്ലാം സുവിശേഷം എന്ന് പറയുമ്പോൾ കേൾക്കുന്നത് അതാണ്. എന്താണ് ആ സുവിശേഷം? ആദാമും ഹവ്വായും ഉണ്ടായിരുന്നു, പാമ്പിന് ഭയങ്കര കൗശലമായിരുന്നു, പാമ്പിങ്ങനെ ചെന്നു, പാമ്പ് ചെന്ന് ഹവ്വായോട് പറഞ്ഞു, ഈ പഴം തിന്നാൻ നല്ല ഗുണമൊക്കെ ഉണ്ടാകും, നിങ്ങൾക്ക് ദൈവത്തെ പോലെ ആകാൻ പറ്റും. അങ്ങനെ ഹവ്വ പഴം തിന്നു, പുറകെ ആദാം പഴം തിന്നു. അപ്പൊ ദൈവം വന്ന് അവരെല്ലാം പുറത്താക്കി. പിന്നെ ദൈവം അവരെ അകത്താക്കാൻ വേണ്ടി പുത്രനെ വിട്ടു. ഇങ്ങനെയുള്ള ഒരു ഗോസ്പലാണ് നമ്മൾ കേൾക്കുന്നത്. അത് ലജ്ജിപ്പിക്കുന്ന സുവിശേഷമാണ്. കാരണം ആരെങ്കിലും ബുദ്ധിയുള്ളവർ തിരിച്ച് 2 ചോദ്യം ചോദിച്ചാൽ നമുക്കതിന് ഉത്തരം പറയാനില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ശാപം കിട്ടും എന്നൊക്കെ പറയേണ്ടി വരും, മുസ്ലിങ്ങൾ പറയുന്ന പോലെ. അപ്പൊ അങ്ങനെയല്ല. നമ്മളുടെ സുവിശേഷം ആരോടും അവതരിപ്പിക്കാൻ കഴിയുന്ന, രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും ജ്ഞാനികളുടെയും താർക്കികന്മാരുടെയും തത്വചിന്തകന്മാരുടെയും മുൻപിൽ ധൈര്യസമേതം പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ അവതരിപ്പിച്ച സുവിശേഷം, ദാറ്റ്സ് എ ഗ്ലോറിയസ് ഗോസ്പൽ. നമ്മൾ ഇന്നത്തെ ആളുകൾ എവിടെയാണ് സുവിശേഷം അവതരിപ്പിക്കുന്നത്? ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടതയോ പ്രയാസമോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടോ ഒക്കെ, അല്ല കടബാധ്യത അല്ലെങ്കിൽ രോഗം, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും പ്രശ്നമുള്ള ആളുകളെ പോയി കണ്ടുപിടിച്ച് അവരുടെ ആ ബലഹീനതയെ ചൂഷണം ചെയ്ത് അവരെ അവിടെ അവതരിപ്പിക്കുകയാണ്. അങ്ങനെയാണ് സുവിശേഷം എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നത്. എന്നാൽ ആ ട്രൂ ഗോസ്പൽ അങ്ങനെ ലജ്ജിക്കേണ്ട ആവശ്യമില്ല. ഏത് ഗോസ്പലാണ് ട്രൂ ഗോസ്പൽ? ട്രൂ ഗോസ്പൽ എന്ന് പറയുമ്പോൾ ആ പൗലോസ് ശ്ലീഹ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും അധികാരസ്ഥന്മാരുടെയും സൈന്യാധിപന്മാരുടെയും മഹത്തുക്കളുടെയും തത്വചിന്തകന്മാരുടെയും താർക്കികന്മാരുടെയും മുൻപിൽ അവതരിപ്പിച്ച സുവിശേഷം, ലജിപ്പാൻ സംഗതിയില്ലാത്ത സുവിശേഷം, ദാറ്റ്സ് എ ഗ്ലോറിയസ് ഗോസ്പൽ. പൗലോസ് ശ്ലീഹ അവതരിപ്പിക്കുക. എന്താണ് ആ സുവിശേഷം?
ഈ ലോകത്തിന്റെ താർക്കികൻ എവിടെ? ചോദിക്കുക. അതായത് ഒളിച്ചൊളിച്ചു പോവല്ല. ഞാനിവിടെ കഴിഞ്ഞ നാളുകളിൽ പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ എല്ലാം ചോദിച്ചു, വാട്ട് ഈസ് യുവർ ഗോസ്പൽ, വാട്ട് ഈസ് യുവർ ഡോക്ട്രിൻ, ഹു ഈസ് യുവർ ഗോഡ്? നോ ആൻസർ, നോ ആൻസർ, നോ ആൻസർ. ഇപ്പോഴും ആ ചലഞ്ച് കിടക്കുകയാണ്. പെന്തക്കോസ്തിൽ നിന്ന് ആർക്കും വേണമെങ്കിലും, വിശ്വാസിക്ക് വരാം, പാസ്റ്റർക്ക് വരാം, ഡോക്ടർക്ക് വരാം, ആർക്കും വരാം. നിങ്ങൾ വരിക, ഇതുപോലെ ലൈവിലിരിക്കാൻ ഞാൻ ചോദിക്കുന്ന സിമ്പിൾ ചോദ്യങ്ങൾക്ക് വാട്ട് ഈസ് യുവർ ഗോസ്പൽ എന്ന് ഉത്തരം പറ. ആരെങ്കിലും ഇന്നുവരെ വന്നിട്ടില്ല. കാരണം അവർ ഒളിച്ചു നടക്കുകയാണ്. പക്ഷേ പൗലോസ്ലീഹ ഒരിക്കലും ഒളിച്ചു വെക്കാത്ത, മറച്ചു വെക്കാത്ത, ലജ്ജിക്കാത്ത ഒരു സുവിശേഷമുണ്ട്. ആ സുവിശേഷമാണ് പരിശുദ്ധ സുറിയാനി സഭ ഘോഷിക്കുന്ന സുവിശേഷം. പൗലോസ്ലീഹ പ്രസംഗിച്ച സുവിശേഷം ധൈര്യത്തോടെ പറയുകയാണ്. Lebarmen mod sabar nokun min malakau min raumo nehavi mahram men ito dho nabu illam yulfoni nishahal fi min kul gabi തുബ്ലൈനോ ദബയുൽഫോനി ദാലോഹു ശാരി മുശാലേ. പൗലോസ്ലീഹ ധന്യൻ ചൊൽകേട്ടേൻ ഇദേവം നിങ്ങള ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലുമാദൂതൻ താനേൽക്കും സഭയിൻ ശാപം. പലതരമുപദേശങ്ങളഹോ പാരിൽ മുളച്ചു പരക്കുന്നു, ദൈവത്തിനുപദേശം തോട്ടവസാനിപ്പിപ്പോൻ ധന്യൻ. അതാണ് നമ്മൾ പറയുന്ന ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത സുവിശേഷം, ഗോസ്പൽ ഓഫ് പോൾ. പരിശുദ്ധനായ പൗലോസ്ലീഹ പ്രസംഗിച്ച സുവിശേഷം, തേജസ്സേറിയ സുവിശേഷം, ദൈവശക്തി, ദ പവർ ഓഫ് ഗോഡ്. അപ്പൊ അവിടെ ഇന്നലെ എന്നെ ഒരു സഹോദരൻ വിളിച്ചു. ഈ കൊല്ലത്ത് നിന്നാ വിളിച്ചത്. കൊല്ലത്ത് നിന്ന് 25 വയസ്സുള്ള ഒരു ബ്രദറൻ സഭയിൽപ്പെട്ട ഒരു സഹോദരനാണ് വിളിച്ചത്. അപ്പൊ അദ്ദേഹം വളരെ കാര്യങ്ങൾ എന്നോട് സംസാരിച്ച് ഈ ഉപദേശത്തെ കുറിച്ചൊക്കെ ചോദിക്കുകയുണ്ടായി. ഞാൻ അദ്ദേഹത്തോടും ചില ചോദ്യങ്ങൾ ചോദിച്ചു. അദ്ദേഹം മൂപ്പനോട് ചോദിച്ചിട്ട് ഉത്തരം പറയാം എന്ന് പറഞ്ഞ് പോയി. മൂപ്പനോടൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹം വരും. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ച ചോദ്യങ്ങളാണിത്. എന്നോട് ചോദിച്ചപ്പോൾ ഈ സുവിശേഷത്തെ കുറിച്ച്, എന്താണ് ഗോസ്പൽ? പാപത്തിന്റെ ശമ്പളം മരണമാണ്. വേജസ് ഓഫ് സിൻ ഈസ് ഡെത്ത്. പാപത്തിന്റെ ശമ്പളം മരണമാണ്. ഞാൻ ചോദിച്ചു, പാപത്തിന്റെ ശമ്പളം മരണമല്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു ആത്മീക മരണമാണ്. ഞാൻ ചോദിച്ചു, എവിടെയാണ് ബൈബിളിൽ പറയുന്നത്? അപ്പൊ അദ്ദേഹം ബൈബിളിൽ നോക്കിച്ചില്ല. ഞാൻ പറഞ്ഞു, ബൈബിളിനോട് കൂട്ടിച്ചേർക്കുന്ന ആരാണ്? നിങ്ങളല്ലേ. പാപത്തിന്റെ ശമ്പളം മരണമാണ്. പാപത്തിന്റെ ശമ്പളം നരകമല്ല. അങ്ങനെ ബൈബിളിൽ വാക്യമില്ല. പാപത്തിന്റെ ശമ്പളം മരണമാണ്. അതാണ് ബൈബിൾ പറയുന്നത്. അപ്പോ ഈ ലോകത്ത് ദൈവം സൃഷ്ടിച്ച ആദമിന് ദൈവം കൂട്ടായി കൊടുത്ത ഹൗവ, അവരോട് ദൈവം പറയുകയാണ് മരണത്തെക്കുറിച്ച്. ഒരിക്കലും ദൈവം നരകത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. നരകം എപ്പോഴാണ് സൃഷ്ടിച്ചത്? നരകം സൃഷ്ടിച്ചതായിട്ട് പറയുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ?
ചെക്ക് യുവർ ബൈബിൾ. നിങ്ങളുടെ ബൈബിൾ തുറന്നു നോക്കുക. അവിടെ നരകം സൃഷ്ടിച്ചു. എവിടെയാണ്? നിങ്ങളെന്നെ കാണിക്കുക. അപ്പൊ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ചു. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. ഒരിക്കലും നരകം സൃഷ്ടിച്ചായിട്ട് അവിടെ ഇല്ല. ഇനി നിങ്ങൾ ന്യായപ്രമാണം എടുത്തു നോക്കുക. മോശയ്ക്ക് ന്യായപ്രമാണം കൊടുക്കുമ്പോൾ ആ ന്യായപ്രമാണത്തിലെല്ലാം പലതരത്തിലുള്ള പാപങ്ങൾ, തെറ്റുകൾ, കുറ്റങ്ങൾ, അതിക്രമങ്ങൾ, ലംഘനങ്ങൾ എല്ലാത്തെക്കുറിച്ചും ഡിസ്ക്രൈബ് ചെയ്തിട്ട് ഓരോന്നിനും കിട്ടേണ്ട ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഡെത്ത് ആണ്, മരണമാണ്. അതിനപ്പുറത്തൊരു ശിക്ഷയില്ല. നരകമെന്നൊരു കാര്യം അവിടെ പറയുന്നില്ല ന്യായപ്രമാണത്തിൽ. അപ്പൊ ഇവിടെയൊന്നും നമ്മൾ കാണുന്നില്ല. നരകം സൃഷ്ടിച്ചതായിട്ട് കാണുന്നില്ല, ആദമിനോട് പറയുന്നില്ല, മോശയോട് പറയുന്നില്ല, ന്യായപ്രമാണത്തിൽ പറയുന്നില്ല. അങ്ങനെ ഒരു കാര്യമില്ല. പാപത്തിന്റെ ശമ്പളം മരണമാണ്. അപ്പൊ ആ മരണത്തിൽ അപ്പുറത്ത് പിന്നെ നരകത്തിലിട്ട് ആളുകളെ പീഡിപ്പിക്കും ഒരു ചിന്തയാണ്. എന്താണ്? പ്രതികാരദാഹിയായ ഒരു ദൈവത്തെ അവതരിപ്പിക്കുക. പ്രതികാരദാഹിയായ, ഇപ്പൊ പെന്തക്കോസ്തുകാരുടെ സുവിശേഷത്തിൽ പ്രതികാരദാഹിയായ ഒരു പിതാവ്, പ്രതികാരദാഹിയായ ഒരു പിതാവ്. അപ്പൊ സാൽവേഷൻ എന്നാൽ പെന്തക്കോസ്തുകാരുടെ പ്രസംഗത്തിൽ സാൽവേഷൻ എന്താണ്? രക്ഷ എന്താണ്? നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കുക. എത്ര വലിയ ബോഷ്കാണ് ഈ പറഞ്ഞ ഈ IPC, അസംബ്ലീസ് ഓഫ് ഗോഡ്, ചർച്ച് ഓഫ് ഗോഡ്, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ്, ഷാരോൺ ഫെലോഷിപ്പ്, സ്വർഗീയ വിരുന്ന് എന്നിങ്ങനെയുള്ള സംഘടനകൾ കേരളത്തിൽ പറഞ്ഞു പരത്തിയത്, ആളുകളെ വഞ്ചിച്ചത്. എന്താണ് സാൽവേഷൻ? എന്താണ് രക്ഷ? അവരുടെയൊക്കെ സുവിശേഷം അനുസരിച്ച്, അവർ പറയുന്നതനുസരിച്ച് സുവിശേഷം പിതാവായ ദൈവത്തിൽ നിന്നുള്ള രക്ഷയാണ്. പിതാവായ ദൈവത്തിന്റെ കൈകളിൽ അകപ്പെടാതെ പുത്രൻ നമ്മെ രക്ഷിക്കുന്നു. ഇതാണ് അവർ അവതരിപ്പിക്കുന്ന സുവിശേഷം. അതുകൊണ്ട് അവർ വെറുക്കുന്ന ദൈവമാണ് പിതാവ്. അവർ പോലും അറിയാതെ അവർ പകയ്ക്കുന്ന, അവർ ഇഷ്ടപ്പെടാത്ത ദൈവം. അതുകൊണ്ട് അവർ ദൈവപിതാവിനെ ആരാധിക്കാറില്ല, ദൈവപിതാവിനെ സ്തുതിക്കാറില്ല, ദൈവപിതാവിനോട് പ്രാർത്ഥിക്കാറില്ല. യേശു കർത്താവ് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ട്. ലോകത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ പ്രയർ, വെറും 6 വരികൾ കൊണ്ട് മനുഷ്യ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ദ മിനിയേച്ചർ ഓഫ് ഗോസ്പൽ, സുവിശേഷത്തിന്റെ ചെറുപതിപ്പ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന, ബൈബിളിന്റെ തന്നെ സംക്ഷിപ്തമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പ്രാർത്ഥനയാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ആ പ്രാർത്ഥനയിലുണ്ട്. നിങ്ങൾ നോക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുമ്പോൾ ആദിയിൽ സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ച ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഡിസ്ക്രിപ്ഷനിൽ തുടങ്ങി നിന്റെ രാജ്യം വരണമേ എന്ന് അവസാനിപ്പിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിലെ മടങ്ങിവരവിന്റെ പ്രതീക്ഷയിലും പ്രത്യാശയിലും ചെന്ന് പ്രാർത്ഥന അവസാനിക്കുകയാണ്. അപ്പൊ അത്രമാത്രം ഉദാത്തമായ, ഉത്കൃഷ്ടമായ, അത്ഭുതകരമായ ആ പ്രാർത്ഥനയെ പോലും ഇവർ തമസ്കരിക്കുന്ന എന്തുകൊണ്ടാണ്? പിതാവിനോട് ഇവർക്ക് വിരോധമുള്ളത് കൊണ്ടാണ്, പിതാവിനെ ഇവർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ദൈവപിതാവിനെ വെറുക്കുന്ന, പകയ്ക്കുന്ന, മറക്കുന്ന, അവഗണിക്കുന്ന ഒരു സമൂഹം. റോങ് ഗോസ്പൽ നിങ്ങളെ എവിടെ കൊണ്ട് എന്ന് എത്തിച്ചു എന്ന് നോക്കുക, ചിന്തിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പാട്ടുകൾ നോക്കുക. ആരെയാണ് ആരാധിക്കുന്നത്? ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ. യേശു കർത്താവ് എന്താണ് പറഞ്ഞത്? സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, അല്ല ഇപ്പോൾ വന്നുമിരിക്കുന്നു. അപ്പോ ട്രൂ വർഷിപ്പേഴ്സ്, സത്യനമസ്കാരികൾ ആരെയാണ് ആരാധിക്കേണ്ടത്? സത്യനമസ്കാരികൾ പിതാവിനെ ആരാധിക്കണം. എങ്ങനെയാണ്? ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അപ്പൊ സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന ഒരു നാഴിക വരുന്നു, അല്ല അത് വന്നിരിക്കുന്നു എന്നാണ് യേശു കർത്താവ് പറഞ്ഞത്. അപ്പോൾ ഇവർ ആരാധിക്കുന്ന ആരെയാണ്? അവരുടെ ആത്മനാഥനായ യേശുവിനെയാണ് ആരാധിക്കുന്നത്. ആ യേശു ആരാണ്? ആ യേശു ആരായാലും ഇവർ സത്യനമസ്കാരികളല്ല എന്ന് തെളിയുകയാണ്. കാരണം സത്യനമസ്കാരികൾ ആരാധിക്കേണ്ടത് പിതാവിനെയാണ്. അപ്പോഴാണ് ഇവർ വളരെ വിചിത്രമായ, വളരെ വ്യത്യസ്തമായ
ഒരു വാദവുമായിട്ട് വരുന്നത് ആ പിതാവ് തന്നെയാണ് ഈ യേശു. അപ്പൊ അത്തരത്തിലുള്ള വികലമായ വാദങ്ങൾ കൊണ്ട് ഇവർ സ്വന്തം കാലിന് വെടിവെക്കുന്ന സുവിശേഷവുമായി നടക്കുമ്പോൾ അത് വികലമായ സുവിശേഷമാണ്, തെറ്റിദ്ധരിക്കപ്പെട്ട സുവിശേഷമാണ്. ട്രൂ ഗോസ്പൽ സഭയുടെ നൂറ്റാണ്ടുകളിലൂടെ കൈമാറപ്പെട്ട, പിതാക്കന്മാരാൽ ഭരമേൽപ്പിക്കപ്പെട്ട, രക്തസാക്ഷികളാൽ പരിപാലിപ്പിക്കപ്പെട്ട, മൗദ്യാനന്മാരാൽ പ്രഖ്യാപിക്കപ്പെട്ട ആ സുവിശേഷം, യുഗങ്ങളുടെ പ്രണയബന്ധത്തെ വാഴ്ത്തിപ്പാടുന്ന സുവിശേഷം, ദൈവശക്തി, ദ പവർ ഓഫ് ഗോഡ്, ട്രൂ ഗോസ്പൽ, ദ ഗ്ലോറിയസ് ഗോസ്പൽ, അത് നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്നതാണ്. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ഈ പെന്റക്കോസ്റ്റൽ ഗോസ്പൽ കേട്ടാൽ എന്ത് സ്വാതന്ത്ര്യമാണ് കിട്ടുന്നത്, എന്ത് സന്തോഷമാണ് കിട്ടുന്നത്? എന്തെങ്കിലും സ്വാതന്ത്ര്യം കിട്ടുമോ? ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാകുമോ? കഴിഞ്ഞ ദിവസം 3 കുടുംബങ്ങൾ പരിശുദ്ധ സഭയിലേക്ക് മടങ്ങി വന്നു. വരുന്ന ആഴ്ചയിൽ കുറെ കുടുംബങ്ങൾ കൂടെ മടങ്ങുന്നുണ്ട്. ഈ മടങ്ങി വരുന്ന കുടുംബങ്ങളുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അതിൽ 2 കുടുംബങ്ങളുടെ വീഡിയോ നമ്മൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ഒരുപാട് കുടുംബങ്ങൾക്ക് അങ്ങനെ അവരുടെ ചിത്രങ്ങൾ ഇടുന്നത് ഇഷ്ടമില്ല. ഫേസ്ബുക്കിൽ പോലും ചിത്രങ്ങൾ ഇടാത്ത ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ധാരാളം ഫാമിലീസും പ്രൈവസി കീപ്പ് ചെയ്യുന്നവർ. അപ്പൊ ഈ 2 കുടുംബങ്ങൾ അവരുടെ വിവാഹ കൂദാശ നിർവഹിക്കുന്നത് നിങ്ങൾ കണ്ടു. അവർ വിവാഹിതരായി, ലോകപ്രകാരം മക്കൾ ജനിച്ചു. ഇതൊക്കെ നടന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. അപ്പൊ മക്കളൊക്കെ ഉള്ള ആ ദമ്പതികളാണ് പരിശുദ്ധ സഭയിലേക്ക് മടങ്ങി വന്നത്. അപ്പോൾ അവരെ സ്വീകരിക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാണ്? വിവാഹ കൂദാശ നടത്തുകയാണ്. എന്തിനാണ് നടത്തുന്നത്? എന്തിനാണ് അവർ നടത്തുന്നത്? അവർ കല്യാണം കഴിച്ചാണല്ലോ, മക്കളുണ്ടായതാണല്ലോ. അപ്പോ വിവാഹം എന്നാൽ ഇണചേരുവാനുള്ള ലൈസൻസ് അല്ല സഭയിൽ. അത് നിങ്ങൾ മനസ്സിലാക്കണം. കേവലം ഇണചേരാനുള്ള ഒരു ലൈസൻസ് ആയിട്ടാണ് പെന്തക്കോസ്തിലെ വിവാഹം. ഒരു കോൺട്രാക്റ്റാണ്. ഒരു കോൺട്രാക്റ്റാണ്. ഈ പെന്തക്കോസ്തുകാർ ഏറ്റവും വലിയ തട്ടിപ്പുകാരാണെന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഇത് ഉദാഹരിക്കുന്നത്. ഇപ്പൊ യാക്കോബായ സഭയിൽ നിന്നൊരു ഫാമിലി പെന്തക്കോസ്തിൽ ചേർന്നാൽ ഒരിക്കലും ഒരു പാസ്റ്ററും അവരുടെ വിവാഹം നടത്തണമെന്ന് പറയാറില്ല. കാരണം അവരുടെ ഒരു വിദൂര ചിന്തയിൽ പോലും അങ്ങനെ ഒരു കാര്യം വരുന്നില്ല. കാരണം അവരെ സംബന്ധിച്ച് വിവാഹം ഒരു കോൺട്രാക്റ്റാണ്, ഒരു ലൈസൻസ് ആണ്. എന്തിനാണ്? ഇണചേരാനുള്ള ലൈസൻസ്. ഇത്ര അധപ്പതിച്ച ഒരു വർഗം ക്രിസ്തീയ വിഭാഗത്തിൽ. പക്ഷെ പരിശുദ്ധ സഭയിൽ വിവാഹം അമൂല്യമായ, ഉദാത്തമായ, ദൈവികമായ, ഉത്കൃഷ്ടമായ ഒരു കൂദാശയാണ്. അപ്പൊ ആ കൂദാശ ഈ ദമ്പതികൾക്ക് നൽകുകയാണ്. അതാണ് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടത്. പെന്തക്കോസ്തുകാരെന്ത് ചെയ്യുന്നില്ല? നൽകുന്നില്ല. കാരണം ഓർത്തഡോക്സ് സഭയിൽ നടന്ന ഒരു വിവാഹ കൂദാശ, വിവാഹം നടന്ന് അവർ അംഗീകരിക്കുകയാണ്. പക്ഷേ ഓർത്തഡോക്സ് സഭയിൽ നടന്ന മാമോദിസ എന്ത് ചെയ്യുന്നില്ല? അവർ അംഗീകരിക്കുന്നില്ല. കാരണം അതൊരു മതം മാറ്റത്തിന്റെ ഉപാധിയായിട്ടും ഇവർ മടങ്ങിപ്പോകാതെ ഇവരുടെ മനസ്സിന് വേലി കെട്ടുവാനുള്ള ഒരു തന്ത്രമായിട്ടും അവർ കാണുന്നു. എന്ന് പറഞ്ഞാൽ സ്നാനം അല്ലെങ്കിൽ മാമോദിസ, അതിനും ഇവർ പ്രാധാന്യം കൊടുക്കുന്നില്ല. അപ്പൊ സ്നാനത്തിന് അവർ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ വിവാഹ കൂദാശയ്ക്കും പ്രാധാന്യം കൊടുത്തേനെ. വിവാഹ കൂദാശയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്ത ഇവർ സ്നാനം എന്ന ആ ചടങ്ങ് എന്തിനു നടത്തുന്നു എന്ന് ചോദിച്ചാൽ പാവപ്പെട്ട ഓർത്തഡോക്സ് വിശ്വാസികളെ, അല്ലെ കത്തോലിക്കരെ, അവരെ കബളിപ്പിക്കാൻ വേണ്ടി നടക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഇവർക്ക് സുവിശേഷവുമായി ബന്ധമില്ല. ഇവർ ചെയ്യുന്നത് യഥാർത്ഥ സുവിശേഷ വേലയല്ല എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ നാളുകളിൽ ഞാൻ പെന്തക്കോസ്തിൽ നിന്ന് കണ്ടു മനസ്സിലാക്കി, മനസ്സും അടുത്ത് ഇത്രയും വലിയൊരു വഞ്ചനയാണ് നടക്കുന്നതെന്നുള്ള സത്യം മനസ്സിലായത് കൊണ്ടാണ് ഞാനിത് പറയുവാൻ ആരംഭിച്ചത്. അത്ര വലിയ വഞ്ചനയാണ്. കാരണം അവരെ സംബന്ധിച്ച് അവർ റൊട്ടി നാരങ്ങാവെള്ളവും വിതരണം ചെയ്യുന്ന സമയത്ത് അവർ ഭക്തി അഭിനയിക്കും. ഇങ്ങനെയൊക്കെ വെക്കുന്നതാണ്. എന്തിനാന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ചില പൊട്ടന്മാർ മുട്ട നിൽക്കുന്നതാണ്. എന്തിനാന്ന് മനസ്സിലാകുന്നത്? ഇത് റൊട്ടിയും വെള്ളമല്ലേ, പിന്നെ എന്തിനാ മുട്ട നിൽക്കുന്നത്? നീ വീട്ടിൽ റൊട്ടി തിന്നുമ്പോൾ മുട്ട നിൽക്കാറുണ്ടോ? പെന്തക്കോസ്തിൽ പെട്ടിരിക്കുന്ന പൊട്ടന്മാരോട് പറയുകയാണ്. കാരണം അത് വെറും റൊട്ടിയും വെള്ളമാണ് നിങ്ങളുടെ ഉപദേശം അനുസരിച്ച്. ഒരാളും അതിനൊരു പ്രത്യേകതയുമുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷെ ചില ആളുകൾ എന്ത് ചെയ്യുന്നു?
ചുമ്മാ ഹൂ 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 എന്ന് വെക്കുന്നു, വേറെ ചില ആളുകൾ മുട്ട നിൽക്കുന്നു, കൈപൊക്കി കാണിക്കുന്നൊക്കെ എന്തിനാണ്? വെറും റൊട്ടി വെള്ളം കൊടുക്കുന്നിടത്ത് ഇതൊക്കെ എന്തിനാണ് ഈ നാടകം? എന്തിനാണ് ഈ വേഷം കെട്ടൽ? എന്നിട്ട് ഇത് മെഡിസിൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി ആണ്. അന്ത്യോക്യയുടെ മൂന്നാമത്തെ പാത്രീർക്കീസ് ആയിരുന്ന ഇഗ്നാത്തിയോസ് ന്യൂറോനോ യേശു കർത്താവ് കൈകളിലെടുത്ത് താലോലിച്ച ആ ഈ കർത്തൃമേശമാണ്. അപ്പൊ അതുകൊണ്ട് സഭ അത്രയും പ്രാധാന്യം അതിന് കൊടുക്കുകയാണ്. അതുകൊണ്ട് ഒരു കുഞ്ഞ് ജനിച്ചാലുടനെ എന്നുവെച്ചോ ഇവർ നിഷ്കരണം കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തും. കാരണം അത് മാനസിക സമ്മർദ്ദത്തിൽ ആഴ്ത്തുവാൻ, മെന്റൽ ഹൈജാക്കിങ്ങിനുള്ള ഉപാധിയായിട്ട്. അപ്പൊ ലേഖനം ചമച്ച അന്ത്യോക്യയുടെ അധിപതിയായിരുന്ന ഇഗ്നാത്തിയോസ്. ഓർത്തഡോക്സ് സഭയുടെ ഒരു റാസാഗാനം കേൾക്കുന്നത്, മറിച്ച് പൗലുസ്ലിഹ അവതരിപ്പിച്ച സുവിശേഷം എന്താണ്? ഗ്ലോറിയസ് ഗോസ്പലാണ്. അപ്പൊ അത് ആരംഭിക്കൂ. ക്രിസ്തുവിൽ, തന്റെ പുത്രനിൽ നമ്മെ തിരഞ്ഞെടുത്തു. ദാറ്റ് ഈസ് ഗോസ്പൽ. ഓക്കെ. തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ എടുത്തു. എന്താണ് ദത്തെടുപ്പ്? എന്താണ് അഡോപ്ഷൻ? വി ആർ അഡോപ്റ്റഡ് ഇൻ ടു ദ ഡിവൈൻ ഫാമിലി. 1000 വർഷം മുമ്പ് കാൽവരി ക്രൂസിലാണോ? അല്ല. എപ്പോഴാണ് ഇത് സംഭവിച്ചത്? ഉലകസ്ഥാപനത്തിനു മുമ്പ്. ഉലകസ്ഥാപനത്തിനു മുമ്പാണ് ദത്തെടുത്തതെങ്കിൽ ആ ദത്തെടുപ്പിന്റെ മാനദണ്ഡം എന്റെയും നിങ്ങളുടെയും പ്രവൃത്തിയല്ല, വിശ്വാസമല്ല, ഏറ്റുപറച്ചിലല്ല, മനോഭാവമല്ല, തീരുമാനമല്ല, പള്ളിപ്പോക്കല്ല, ബൈബിൾ വായനയല്ല, പാട്ടുപാടുന്നതല്ല, ഒന്നുമല്ല. It's not based upon our merits. It's because of His grace. It is His choice. Gospel is power of God, not choice of man. മനുഷ്യന്റെ തെരഞ്ഞെടുപ്പല്ല സുവിശേഷം, മറിച്ച് ദൈവത്തിന്റെ ശക്തിയാണ് സുവിശേഷം. ഗോസ്പൽ എത്ര മനോഹരമായ പദമാണ്. അപ്പൊ സുവിശേഷം എന്നാൽ അത് ദൈവത്തിന്റെ ശക്തിയാണ് എന്ന് നാം മനസ്സിലാക്കണം. സുവിശേഷം എന്നാൽ അത് ദൈവത്തിന്റെ ശക്തിയാണ്. ഇന്ന് നമ്മൾ കേൾക്കുന്ന സുവിശേഷം ലജ്ജിക്കാൻ സംഗതി വരുത്തുന്ന സുവിശേഷമാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. പക്ഷെ നമ്മൾ ശരിയായ സുവിശേഷം, the true gospel, the true gospel, the true gospel, true gospel ദൈവത്തിന്റെ ശക്തിയാണ്. ട്രൂ ഗോസ്പൽ ദൈവത്തിന്റെ ശക്തിയാണ്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. May God bless you. Thank you.